ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ഗുരുവായൂർ മുൻ മേൽശാന്തിയായിട്ടുള്ള ഏറ്റവും തിരക്കുള്ള ഒരു സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ വിളി. ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി ഒരുപാട് അത്ഭുത കഥകൾ പല ആളുകളും ഈ ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഗുരുവായൂരപ്പനുമായിട്ട് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും അനുഭവ കഥകൾ ഉണ്ടായിരുന്നു? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം തന്നെ എന്നെ ഭഗവാൻ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഒരു ഓടക്കുഴൽ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു അനുഭവം. പരീക്ഷിക്കാനായിട്ട്? അത് പരീക്ഷിക്കാനായിട്ടാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ് അവിടെ പ്രവർത്തിക്കാനായിട്ട്. ഭഗവാൻ ഇരിക്കുന്ന ആ ഗർഭഗൃഹത്തിൻ്റെ ചുറ്റും ഇടനാഴികളാണ്. അകത്തേക്ക് യാതൊരു വിധത്തിലുള്ള കാറ്റും ചെല്ലില്ല. വൃത്തിയായി കഴിഞ്ഞാൽ ഇത് നോക്കുമ്പോൾ കാണാനില്ല, കാണാനില്ല. അപ്പം ഞാനവിടെ താഴ്ത്തിട്ടതിൻ്റെ ശബ്ദം കേട്ടതാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ് ഗുരുവായൂർ മുൻ മേൽശാന്തിയായിട്ടുള്ള ഏഴിക്കോട് സതീശൻ നമ്പൂതിരിയാണ്. നമസ്കാരം തിരുമേനി. നമസ്കാരം തിരുമേനി. ഗുരുവായൂർ ക്ഷേത്രം ഒരുപാട് കഥകൾ കൃഷ്ണനുമായിട്ടും ഗുരുവായൂരപ്പനുമായും ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഗുരുവായൂരപ്പനുമായിട്ടുള്ളൊരു ആദ്യമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശാന്തിക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം? 2007-08 കാലഘട്ടത്തിലാണ് ഞാനവിടെ മേൽശാന്തിയാവുന്നത്. 6 മാസമാണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തിയായിട്ട് ഒരാളെ നിയമിക്കുന്നത്. 2007 സെപ്റ്റംബർ മുതൽ 2008 മാർച്ച് വരെയാണ് എൻ്റെ കാലഘട്ടം. ഞാനൊരു 16-18 പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് അപേക്ഷിക്കുക. അങ്ങനെ ഒരു 16-18 പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. 18 പ്രാവശ്യം അപേക്ഷിച്ചെങ്കിലും 16 പ്രാവശ്യമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഹാജരായിട്ടുള്ളത്. 2 പ്രാവശ്യം വിലയും ഒക്കെ മുടക്കമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. 16ാമത്തെ തവണയാണ് എനിക്ക് നറുക്കെടുപ്പ് കിട്ടിയത്. അവിടെ ആദ്യം ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, കഠിനമായിട്ടുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ വിജയിച്ചവരെയാണ് നറുക്കെടുപ്പിൽ പെടുത്തുക. നറുക്കെടുപ്പിന് അവിടെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, വളരെ സുതാര്യമാണ്. അതിൻ്റെ ഇടയിൽ യാതൊരു മാൽ പ്രാക്ടീസും ഇല്ല. ഭഗവാന്റെ മണ്ഡപത്തിൽ വെച്ച് നിയുക്ത മേൽശാന്തി വന്ന് എന്നൊരെണ്ണം എടുത്ത് പുതിയ ആളെ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് നിയുക്ത മേൽശാന്തി എടുക്കുന്നതിന് ഗുരുവായൂരപ്പൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഗുരുവായൂരപ്പൻ തന്നെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് മേൽശാന്തിയെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നത്. അങ്ങനെ 2007 നറുക്കെടുപ്പിൽ എനിക്ക് കിട്ടി. ഞാനൊട്ടും വിചാരിക്കാത്ത ഒരു വർഷമാണ് എനിക്ക് കിട്ടിയത്. സാധാരണ അപേക്ഷിക്കുമ്പോൾ ഒക്കെ ഒരു ആഗ്രഹം കൂടുതലുണ്ടാവാറുണ്ട്, പ്രതീക്ഷ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പല സന്ദർഭങ്ങളിലും എനിക്ക് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഇവിടുത്തെ ഈ പ്രവൃത്തിയിൽ നിന്നൊക്കെ ഒരു റിലാക്സ് ആയിട്ട് കുറച്ച് ഭജനായിട്ടിരിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ സാധാരണ എൻ്റെ ഒരു ദിവസത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് 16 മണിക്കൂർ പ്രവർത്തനമാണ്. 16 മണിക്കൂറും ഞാൻ വർക്കാണ്. അപ്പോൾ അതിൽ നിന്നൊരു റിലാക്സ് ആവണം എന്ന് വിചാരിച്ച് അങ്ങനെ പലപ്പോഴും എനിക്ക് കിട്ടണമെന്ന് പോയി. 16 മണിക്കൂർ എന്ന് പറയുന്നത് തന്ത്രം പൂജകൾ, അതായത് രാവിലെയും വൈകുന്നേരവും പൂജകളാണ്. പകലൊക്കെ ജ്യോതിഷം നോക്കലാണ്. അപ്പോൾ സമയമില്ല ആക്ച്വലി. 16 പല ദിവസവും 18 മണിക്കൂറായിട്ടും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അത്രയും ഇങ്ങനെ ഓട്ടമായതുകൊണ്ട് ഒന്ന് ഇരിക്കണം, ഒന്ന് ഇരുന്ന് ഭജിക്കണം എന്നൊക്കെ വിചാരിച്ച് പല കൊല്ലവും എനിക്ക് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയാൽ അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്തൊന്നും ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടില്ല. ഏറ്റവും തിരക്കുള്ളൊരു സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ വിളി. എനിക്ക് പുറത്ത് ഭയങ്കര തിരക്കായിരുന്നൊരു സമയത്താണ് ഗുരുവായൂരപ്പൻ്റെ വിളി ഉണ്ടായിരുന്നത്. പക്ഷെ വളരെ സന്തോഷമായി. അത് ഞാൻ പ്രതീക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് എൻ്റെ പേരവിടെ നറുക്കെടുപ്പിൽ വിളിച്ച് പറയുമ്പോൾ കൂടി ഞാനത് കേൾക്കുന്നില്ല. അപ്പോൾ ഏതോ ഒരു മായാലോകത്ത് ഞാനിങ്ങനെ ഭഗവാനെയും പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ വിളിക്കുന്നത്. സാധാരണ ഈ കാൻഡിഡേറ്റ്സ് എല്ലാവരും ഈ മണ്ഡപത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കും. ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവിടെ വെച്ചാണ് നറുക്കെടുക്കുക. അപ്പോൾ ഞാനൊക്കെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വളരെ പുറകിൽ, ഇടനാഴിയുടെ ഏറ്റവും പുറകിലായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എൻ്റെ പേര് വിളിച്ചപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ ശ്രദ്ധ അതിലല്ല, ഗുരുവായൂരപ്പനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നറുക്കെടുപ്പ് വന്നത്. അങ്ങനെ കിട്ടി. പിന്നെ ഒരു 12 ദിവസം ഭജനം വേണം അവിടെ. 12 ദിവസം കൊണ്ട് ഗുരുവായൂരപ്പനെ അറിയാൻ, അവിടുത്തെ ചിട്ടകൾ അറിയാനുള്ള ഒരു ട്രെയിനിങ്ങാണ് ഈ 12 ദിവസത്തെ ഭജനം എന്ന് പറയുന്നത്. ഭജനത്തിൽ
ഈ ഒരു മേൽശാന്തി എങ്ങനെയൊക്കെ ഉപവാസത്തോടുകൂടി എങ്ങനെ ചിട്ടയോടുകൂടി അവിടെ പെരുമാറണോ അതെല്ലാം ഈ 12 ദിവസം ഈ നിയുക്ത മേൽശാന്തിയും അതുപോലെ തന്നെ ചെയ്യണം. 2 മണിക്ക് എഴുന്നേൽക്കണം, 2:30 കുളിക്കണം, 2:45 മുമ്പേ കുളിച്ചെത്തണം, 3 മണിക്ക് നട തുറക്കണം. പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെ പച്ചവെള്ളം കുടിക്കാൻ പറ്റില്ല. എഴുന്നേറ്റാൽ ഉച്ചവരെ ഉപവാസം ആണ്. ഉച്ചയ്ക്ക് ഉച്ചപൂജ കഴിഞ്ഞാൽ ഏകദേശം 1 മണിയാവും. അപ്പോൾ പിന്നെ ഭഗവാന് നിവേദിച്ച ഭക്ഷണം കഴിക്കാം. വീണ്ടും 3:30 കുളിച്ച് അകത്ത് ചെല്ലണം. 4:30 തുറക്കും. അന്നത്തെ കാലത്ത് ഇപ്പോൾ 4 മണിക്കാണ് തുറക്കണത്. അത് കഴിഞ്ഞാൽ വീണ്ടും രാത്രി 10 മണി വരെ ഉപവാസം. അപ്പോൾ ഭക്ഷണമില്ലാത്ത ഉപവസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്രകൃതം ആണ് ഗുരുവായൂരുള്ളത്. എനിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തെ പറ്റി ഒരുപാട് അത്ഭുത കഥകൾ പല ആളുകളും ഈ ചില അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒരുപാട് കഥ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഗുരുവായൂരപ്പനുമായിട്ട് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും അനുഭവ കഥകൾ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മേൽശാന്തി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അനുഭവങ്ങൾ വളരെ കുറവാണ്. അതായത് ഞാൻ സാധാരണ നിലയ്ക്കൊരു ഭക്തനായിട്ട് അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് പണ്ടുപോലെ കുട്ടിക്കാലം പോലെ തൊഴാറുണ്ടെങ്കിലും അങ്ങനെ ഒരു അമിതമായ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഗുരുവായൂരപ്പനോട് തോന്നിയിട്ടില്ല. ഭക്തിയുണ്ട്, പോയി തൊഴും എന്നല്ലാതെ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉള്ള അമ്മമാർക്കാണ് അവിടുത്തെ ഭഗവാന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുകയും ഭഗവാന്റെ അനുഭവ കഥകൾ കൊടുക്കുകയൊക്കെ ചെയ്യണത് അങ്ങനെയുള്ളവർക്കാണ്. എനിക്ക് മേൽശാന്തി ആവുന്നതിന് മുമ്പ് വരെ അങ്ങനെ യാതൊരുവിധ അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. മേൽശാന്തിയായിട്ട് അവിടെ ശ്രീകോവിലിൽ ഒരുപാട് അനുഭവങ്ങളാണ്. ഇപ്പോൾ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ധാരാളം ഓർത്ത് വെച്ച 1-2 അനുഭവങ്ങൾ. അങ്ങനെ കുറേ അനുഭവങ്ങൾ ഞാൻ തന്നെ പല ചാനലുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഞാൻ ചെന്ന് ഒരു 3-ാമത്തെ ദിവസം തന്നെ എന്നെ ഭഗവാൻ ഒന്ന് പരീക്ഷിക്കാനായിട്ട് ഒരു ഓടക്കുഴൽ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു അനുഭവം ഞാൻ പരീക്ഷിക്കാനായിട്ട് അത് പരീക്ഷിക്കാനായിട്ടാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂരമ്പലത്തിൽ ഭയങ്കര ചൂട് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ പ്രവർത്തിക്കാനായിട്ട്. ശ്രീകോവിലിനകത്ത് ഭഗവാൻ ഇരിക്കുന്ന ആ ഗർഭഗൃഹത്തിൻ്റെ ചുറ്റും ഇടനാഴികളാണ്. അകത്തേക്ക് യാതൊരു വിധത്തിലുള്ള കാറ്റും ചെല്ലില്ല. പിന്നെ നമ്മൾ നിന്ന് തൊഴുന്നതിൻ്റെ 3-ാമത്തെ മുറിയിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പോൾ വായു സഞ്ചാരം അതിൻ്റെ അകത്ത് കിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര ചൂടാണ്. കുളിച്ച് പുതിയ വസ്ത്രമൊക്കെ കൊടുത്ത് അകത്ത് ചെന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ചുറ്റിയ വസ്ത്രമൊക്കെ അങ്ങനെ പിഴിയാൻ പറ്റും. അത്രമാത്രം വേർത്ത് ഒലിച്ച് അത്ര ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പോൾ ആ ചൂടിൽ അവിടെ നിന്ന് പ്രവർത്തിക്കുക ഒരു ദുസ്സഹമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിവിടെ നിന്ന് കാണുന്ന പോലെയല്ല. ഭയങ്കര ആ ചൂടെന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു 60 ഡിഗ്രി 70 ഡിഗ്രി ചൂടുണ്ടാവും. നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൂടാതെ അവിടെ രാവിലെ നിർമാല്യം, വാകച്ചാർത്ത്, ശംഖാഭിഷേകം എന്നൊക്കെ പറഞ്ഞ് രാവിലത്തെ ചടങ്ങുകളുണ്ട്. ഇത് മുഴുവൻ ഏകദേശം ഒരു മണിക്കൂറോളം കുമ്പിട്ട് നിന്നുകൊണ്ട് ചെയ്യണം. കുമ്പിട്ട് കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഭഗവാൻ അധികം ഉയരമില്ല, നമുക്ക് കുറച്ച് ഉയരം കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുമ്പിട്ട് കൊണ്ട് വേണം ഈ അഭിഷേകങ്ങളും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. 1 മണിക്കൂറോളം കുമ്പിട്ട് നിൽക്കുമ്പോൾ തന്നെ നടുവിനൊക്കെ ഭയങ്കര വേദന ഉണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള വേദനകൾ സഹിച്ചുകൊണ്ട് ഈ ചൂട് ആദ്യമായിട്ട് ഇത്രയും ചൂടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതുകൊണ്ടൊക്കെ ആദ്യത്തെ 2-3 ദിവസക്കാലത്തേക്ക് ഭഗവാനിലൊന്നും ശ്രദ്ധിക്കാനുള്ള സമയം നമുക്കുണ്ടായില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതുണ്ടായില്ല. ഞാൻ എൻ്റെ ദേഹത്തിൻ്റെ കാര്യങ്ങളിലേക്കാണ് എൻ്റെ ശ്രദ്ധ. കാര്യങ്ങളെല്ലാം അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും ശ്രദ്ധ മുഴുവൻ എൻ്റെ വയ്യ അല്ലെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല അതിലേക്കായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഭഗവാന് തോന്നി ഇയാൾ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, പരീക്ഷിക്കണം, എന്നെ പരിചരിക്കാനായി വന്നിട്ട് ഇങ്ങനെ ഭക്തിയില്ലാതെ ഇവിടെ പെരുമാറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒരു വഴി കാണിക്കാമെന്ന് വിചാരിച്ച് അന്നത്തെ രാവിലെ ഇതുപോലെ രാവിലത്തെ ഈ നിർമാല്യ ദർശനം കഴിഞ്ഞ് വാകച്ചാർത്ത് കഴിഞ്ഞ് എള്ളെണ്ണ അഭിഷേകമൊക്കെ കഴിഞ്ഞ് വാകച്ചാർത്ത് കഴിഞ്ഞ് മറ്റ് അഭിഷേകങ്ങളാണ്, വേദമന്ത്രാദികളെ കൊണ്ടുള്ള അഭിഷേകങ്ങളും. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് മലർ നിവേദ്യം, അത് കഴിഞ്ഞാൽ അലങ്കാരമാണ്. ഈ അലങ്കാര സമയത്ത് എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളുമുണ്ട്. മുഖം ചന്ദനം ചാർത്തും, കിരീടം വയ്ക്കുക, പിന്നെ മേല് മുഴുവൻ ഗോപികൾ വെച്ച് തിളങ്ങും, പട്ടുകോളം ഉടുപ്പിക്കും, കദളിപ്പഴം
കയ്യിലുണ്ടാവും. വലത്തെ കയ്യിൽ ഓടക്കുഴൽ കൂടി പിടിച്ചിട്ടാണ് അങ്ങനെ ഭഗവാൻ നിൽക്കുക. അപ്പോൾ അങ്ങനെ അലങ്കരിക്കുന്ന സമയത്ത് ഈ ഓടക്കുഴൽ ഞാൻ കയ്യിൽ പിടിപ്പിച്ചു കൊടുത്തപ്പോൾ കയ്യിൽ അത് താഴത്തേക്ക് പോയി. വളരെ ചെറിയ കൈയാണ്. അപ്പോൾ ഓടക്കുഴൽ എന്ന് പറഞ്ഞാൽ നല്ല സ്വർണ്ണ ഓടക്കുഴലാണ്, നല്ല വെയിറ്റുള്ള സ്വർണ്ണത്തിൻ്റെ ഓടക്കുഴലാണ്. അത് സ്വാഭാവികമായിട്ട് ഇരിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ ചെന്നിട്ട് 3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഒരു പരിചിത കുറവ് ഉണ്ട്. എങ്കിലും ഞാൻ വെച്ചു. അപ്പോൾ താഴത്തേക്ക് പോയി, വീണ്ടും വെച്ചു, വീണ്ടും താഴത്തേക്ക് പോയി. അപ്പോൾ ഓരോ പ്രാവശ്യം താഴത്ത് വീഴുമ്പോൾ ഞാനത് കഴുകണം, വീണ്ടും കയ്യിൽ വെച്ച് കൊടുക്കണം. 2 or 3 പ്രാവശ്യം ഇങ്ങനെ വെച്ചപ്പോഴൊക്കെ അത് താഴത്തേക്ക് പോയി. എന്നാൽ ഇനി 4ാമത് അത് കൃത്യമായിട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. കഴുകിയിട്ട് ഞാനിത് വെക്കാൻ പോകുമ്പോൾ ഈ തിരുമുടിമാലയൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഇളകി മുമ്പിലേക്ക് വീഴാനായിട്ട് ഭാവിച്ചു. അപ്പം അത് വീണാനുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ചന്ദനം ചാർത്തി ഇതൊക്കെ പോകും. ഇതൊക്കെ പോയാൽ പിന്നെ ഇതൊക്കെ വീണ്ടും ചെയ്യണം. അതൊക്കെ വീണ്ടും ചെയ്യാൻ അതിന് സമയമില്ല. കാരണം അപ്പോഴേക്കും 4 മണിയാവാറായി. 4 മണിക്ക് നട തുറക്കണം. ഇത് 3 മണിക്ക് നട തുറന്നാൽ 4 മണിക്കുള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇത് രാവിലെ. അപ്പോൾ ഞാൻ വേഗം ഓടക്കുഴൽ താഴ്ത്തിട്ടിട്ട് അതിലേക്കായി എൻ്റെ ശ്രദ്ധ. കിരീടമൊക്കെ ഉറപ്പിച്ചു, തിരുമുടികാരൊക്കെ ഭംഗിയായിട്ട് വെച്ചു. ചന്ദനം ചാർത്തിയൊന്നും അദ്ദേഹം പോയിട്ടില്ല. വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ ഇത് നോക്കുമ്പോൾ കാണാനില്ല, ഓടക്കുഴൽ കാണാനില്ല. അപ്പോൾ ഞാനവിടെ താഴ്ത്തിട്ടതിൻ്റെ ശബ്ദം കേട്ടതാണ്, പക്ഷേ കാണാനില്ല.